വെൽക്കം ടു കിച്ചൺ ആൻഡ് റെഡ്. ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്സ് ആണ് കേട്ടോ. ആദ്യം തന്നെ കുറച്ച് കോഴിമുട്ട പുഴുങ്ങാൻ വയ്ക്കുക. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്യാൻ വെക്കണം കേട്ടോ. ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുക്കണേ. എന്നിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കണം. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മുക്കി പൊരിക്കാൻ പാകത്തിനുള്ള ബാറ്റർ ആവണം, വല്ലാണ്ട് ലൂസാവണ്ട കേട്ടോ. നമ്മൾ പഴംപൊരിക്കൊക്കെ എടുക്കില്ല, ഏകദേശം ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി നമ്മൾ ഒരു മസാല ഉണ്ടാക്കണം. ഒരു കടായി വയ്ക്കുക, അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്, എല്ലാവരും ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. എന്നിട്ട് അതിലേക്ക് 2 സവാള ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ ബോണ്ട ഉണ്ടാക്കാറ്. ഇത് ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിൽ കോഴിമുട്ട ഒക്കെ ചേർത്തിട്ടാണ് ഞാൻ ബോണ്ട ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തോളൂ. പിന്നെ അതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിന് മുമ്പേ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തോളൂ. പൊടിയുടെ പച്ചമണവും ഒക്കെ മാറട്ടെ കേട്ടോ. എന്നിട്ട് നമ്മളതിലേക്ക് ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കുഴഞ്ഞ് പോയിട്ട് ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ ആവരുത്, കുറച്ച് കട്ടിയിൽ വേണം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരുപാട് സ്നാക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈസി സ്നാക്സ് ഒരുപാടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മല്ലിയില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിത് കോഴിമുട്ട ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെക്കണേ. ഞാൻ 4 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കടായി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഓയിലോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇനി നമ്മൾ കുറച്ച് മസാല കയ്യിലെടുക്കുക. അതൊന്ന് പരത്തി കൊടുത്ത് ഒരു പീസ് കോഴിമുട്ട അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് പരത്തി കൊടുത്തതിന് ശേഷം കോഴിമുട്ട ഒരു പീസ് വെച്ച് കൊടുത്ത് അത് അതിൻ്റെ ഉള്ളിൽ വെച്ച് പൊതിയുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കട്ട്ലേറ്റ് പോലെ ആക്കിയെടുക്കാം, ഓവൽ ഷേപ്പ് ആക്കിയെടുക്കാം, എങ്ങനെ വേണമെങ്കിലും അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ബോണ്ടൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. എന്നിട്ട് ഇതുപോലെ വെളിച്ചെണ്ണയിലൊഴിച്ച് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നോമ്പൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒരുപാട് സ്നാക്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക.
എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവാണ്ടിരിക്കില്ല. നല്ല ടേസ്റ്റാണ്. നല്ല ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ബോണ്ടയാണ്. ബോണ്ടയും ചായയും ഒക്കെ നല്ല ടേസ്റ്റ് അല്ലേ? അപ്പോൾ ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ കോഴിമുട്ടയൊക്കെ ഫില്ലാക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് നോക്കും. നല്ല ടേസ്റ്റ് ഉണ്ടാവും, കുട്ടികൾക്ക് ഇഷ്ടമാവും, എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ എല്ലാ ബോണ്ടേഴ്സും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് മസാല ബോണ്ട ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ ബാറ്ററിൽ കുറച്ച് ചേഞ്ച് ഉണ്ടാവും. നമ്മൾ മൈദയല്ലേ എടുത്തിട്ടുള്ളത്, അതിന് പകരം കടലമാവ് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മസാല ബോണ്ട ഉണ്ടാക്കിയെടുക്കാം. അതിൽ കുറച്ചും കൂടി മുളക് പൊടി കൂടുതൽ ചേർക്കുക, മസാലപ്പൊടി കൂടുതൽ ചേർക്കുക, മല്ലിപ്പൊടി ചേർക്കുക. അതിൻ്റെ എല്ലാത്തിൻ്റെയും കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കാം. അതും നല്ല ടേസ്റ്റാണ്. ഇതുപോലെ തന്നെ കടലമാവ് ഉപയോഗിച്ചിട്ട് നമുക്ക് ബോണ്ട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ എഗ് ബോണ്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. താങ്ക്